ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. വൺ ഡേ ട്രിപ്പ് എന്ന് പറയാം, പക്ഷേ വൺ ഡേ ട്രിപ്പ് എന്ന് പറയാൻ പറ്റൂല. ഇപ്പോൾ യൂട്യൂബിലൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അതിനെപ്പറ്റി കാണാൻ പറ്റും. സസ്പെൻസിലാതെ കാര്യം പറയണ തെണ്ടിന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കും. അപ്പോൾ ഞാൻ പറയാം, നമ്മളിന്ന് പോണത് തെങ്കാശിയിലാട്ടോ. അപ്പോൾ തെങ്കാശിയിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളിപ്പോൾ 3 പേരുണ്ട്. ആ 3 വ്യക്തികളാണ് നമ്മൾ കാണിച്ചത്. 4 പേര്, സോറി, ഒരു കുട്ടി വ്യക്തിയും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം 4 പേരുണ്ട്. അപ്പോൾ നമുക്ക് 4 പേരെ ഒന്ന് കാണാം. ആദ്യം ഞാൻ എന്നെ തന്നെ കാണാം. അപ്പം ഞാനാണ് ഇന്ന് നിങ്ങൾക്ക് വോയിസും കാര്യങ്ങളെല്ലാം തരുന്നത്. അപ്പം 3ാമത്തെ ആളിതാ വണ്ടി ഓട്ടിക്കുകയാണ്. ഇത് 2ാമത്തെ ആള്, ഇത് 3ാമത്തെ ആള്, ഇത് നമ്മുടെ 4ാമത്തെ ആള്. കണ്ടേ, ഹായ്. അപ്പം ഇതാണ് നമ്മൾ 4 പേരോടെ ചേർന്നാണ് നമ്മൾ തെങ്കാശി പോണ. അപ്പം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും കയറുന്നില്ല. അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് റോഡിന്റെ ഇരു സൈഡിലും വനം, ഫോറസ്റ്റ്, കാട് എന്നൊക്കെ അറിയാമല്ലോ. അപ്പം മടത്തറ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് വലത്തോട്ടായിരുന്നു ഇടത്തോട്ടായിരുന്നു, നമുക്ക് ഇടത്തോട്ടായിരുന്നു പോവാനുള്ളത്. അപ്പം വലത്തോട്ട് പോയി നെടുമങ്ങാട്, പാലോട്, ആ പോകുന്ന വഴിക്ക് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്ന്, അതായത് നമ്മൾ കടയ്ക്ക് വരുമ്പോൾ നമുക്ക് മടത്തറ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടാണ് നമുക്ക് പോകാനുള്ളത്. നമ്മളതാ ഇപ്പം മടത്തറ ജംഗ്ഷനിൽ കൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ 2 സൈഡ് ഏകദേശം നല്ല ഫോറസ്റ്റ് ആട്ടോ. അവിടെ ഒരു പൈനാപ്പിൾ തോട്ടം കാണാം. മടത്തറത്തിന് അത്യാവശ്യം നല്ല പൈനാപ്പിൾ തോട്ടമൊക്കെ കാണാനുണ്ട് കേട്ടോ. ഹൈ റേഞ്ച് ആണ്. ഇനി നമുക്ക് കാണാൻ പോണത് കാട് മൊത്തം ഫോറസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത്. 2 സൈഡും കാടായിട്ട് നിറഞ്ഞിട്ടുള്ള ഫോറസ്റ്റ്. അപ്പം നമുക്കിനി കുറച്ച് നേരം നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. എല്ലാവരും പറയുന്നത് പോലെ ഇവിടെ പുലി, കടുവ എന്നൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ കുറച്ച് കൂട്ടുകാർ ഇവിടെ ഉണ്ട് കേട്ടോ, കുരങ്ങന്മാർ. അവരാവശ്യം പോലെ ഉണ്ട് കേട്ടോ ഈ ഏരിയയിലൊക്കെ. ഇന്ന് അത്യാവശ്യം നല്ല അന്തരീക്ഷമാണ് കേട്ടോ, നല്ല ചൂട് ഉണ്ട്, അതുപോലെ തന്നെ വെയിലുണ്ട്, പോലീസുണ്ട്. മഴ കാണുന്നില്ല, പക്ഷെ മഴക്കാറ് കാണുന്നുണ്ട്. ഇപ്പൊ എന്തിട്ടാണ് ഈ പറയണതെന്ന് നിങ്ങൾക്കൊക്കെ തോന്നും. ഇതൊക്കെ നിങ്ങൾ കേട്ട് സഹിച്ചിരുന്ന് കാണുക. ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ കണ്ട് പരിചിതമായ സ്ഥലമായിരിക്കും. എങ്കിലും വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ് വേണ്ടേ, സമയം പോക്കണമല്ലോ. കുറെ ഹെയർ പിൻ വളവുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ പോണ വഴിക്ക് ഏകദേശം ഒരു 5-6 ഉണ്ടല്ലേ, 5-6 ഹെയർ പിൻ വളവ്, നല്ല കനം കൂടിയ വളവ് ഉണ്ട് കേട്ടോ. റോഡൊക്കെ അത്യാവശ്യം നല്ല റോഡുകളാണ് കേട്ടോ. നമ്മൾ ഈ പോണ വഴിക്കൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല 2 സൈഡും കാടാണ് കേട്ടോ. അപ്പം നമുക്ക് പോണ വഴിക്ക് തന്നെ ഈ വലത് സൈഡിലായിട്ട് നമുക്ക് അരിപ്പ എന്ന് പറയുന്ന, അത് തന്നെ, അരിപ്പ എന്ന് പറയുന്ന സ്ഥലത്തൊരു അമ്പലം കേട്ടോ. ഏകദേശം കാടിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ആ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അമ്പലം എന്നാണ് അമ്പലത്തിൽ ഈ കാണുന്ന കേട്ടോ ക്ഷേത്രം. നല്ലൊരു അമ്പലം കേട്ടോ, ശിവക്ഷേത്രമാണ് കേട്ടോ അത്. അമ്പലം എന്നാണ് പേരെങ്കിലും അതൊരു ശിവക്ഷേത്രം കേട്ടോ. നല്ലൊരു അമ്പലം കേട്ടോ. നമുക്ക് കാടിൻ്റെ നടുക്കായിട്ട് ആ ഒരു അമ്പലം. അപ്പോൾ വീണ്ടും നമ്മൾ ആ അമ്പലമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോകുക കേട്ടോ. 2 സൈഡും കാടാണ് കേട്ടോ, നല്ല കാടാണ്, അത്യാവശ്യം വലിയ കാടാണ് കേട്ടോ. വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് തെങ്കാശിയിലോട്ട് പോകുമ്പോൾ തെമ്മല, അതേപോലെ തന്നെ നമ്മൾ പോണ വഴിക്ക് തന്നെ കുളത്തൂപ്പുഴ, ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. കാണാനൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ.
ഇപ്പം നമ്മൾ ചോഴിയക്കോട് എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഓന്ത് പച്ച എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ആ ഓന്ത് പച്ച എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇടത് സൈഡിലൊരു ഹോട്ടലുണ്ട്. സോനു എന്ന ഹോട്ടലിൻ്റെ പേര് കേട്ടോ. നല്ല ഹോട്ടലാട്ടോ, അടിപൊളി നല്ല ഹോട്ടലാണ്. നമുക്കപ്പോൾ അവിടെ കയറി എന്തായാലും ഫുഡ് കഴിക്കാം. പച്ചവെള്ളം മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്ന് കരഞ്ഞ് അവസാനം നമ്മളെല്ലാവരും നല്ല ചായ കുടിക്കുന്നു കേസ്. ചായ കുടിക്കുമ്പോൾ നമ്മളെ കൊതി കാണിച്ചിരുന്ന് കണ്ട ഇടിയപ്പം തിന്നണ്. ഇടിയപ്പം അതും കരഞ്ഞ് കാല് പിടിച്ച് ഇടിയപ്പം മേടിച്ചിരുന്ന് കരി കണ്ടേ. അതിൻ്റെ പകുതി കൊടുക്കാത്തതിന് വിഷമിച്ചിരിക്കുന്ന മഹേഷുണ്ട്. പാവം കേസ്. നമ്മൾ ആ ചായയാണ് കുടിക്കുന്നത് കേസ്. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. ഇപ്പോൾ ഓന്ത് പച്ചയിൽ കഴിച്ച സോനു ഹോട്ടലാണ്. അപ്പോൾ ഇതുവഴിയൊക്കെ പോകുന്നവർക്ക് ഈ കടയിൽ കയറി ഫുഡ് കഴിക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല ഫുഡൊക്കെയാണ്. അപ്പോൾ ഫുഡ് നമ്മൾ ചായയാണ് കുടിച്ചത്. പക്ഷെ നമ്മൾ പോയിട്ട് ഇതുവഴി പോകുമ്പോൾ നമ്മളിവിടെ കയറിയാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യവും 24 hours ആട്ടോ. ഇവിടെ 24 മണിക്കൂറും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഓന്ത് പച്ച എന്ന് പറയുന്ന സ്ഥലത്താണ്. കുടുക്കുത്തുപാറ. അപ്പോൾ ഓന്ത് പച്ച നമുക്ക് ഇടത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചണ്ണപ്പേട്ട കുടുക്കുത്തുപാറ എന്നൊക്കെ പറയുന്ന സ്ഥലത്തോട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് പോകാനുള്ളത് ഇതുവഴിയാണ്. ഇതുവഴിയാണ് ആ കുടുക്കുത്തുപാറയിലോട്ട് പോകുന്നത്. അങ്ങോട്ട് പോകുന്നത് നല്ല സ്ഥലം കേട്ടോ. അത്യാവശ്യം 2 സൈഡും കാടും മുളയൊക്കെ നിറഞ്ഞൊരു വഴിയാണ് കുടുക്കുത്തുപാറയിലോട്ട് പോകുന്നത്. അപ്പോൾ ഉടനെ തന്നെ നമ്മളും അങ്ങോട്ടൊക്കെ പോകുന്ന വീഡിയോസ് വരുമെന്ന് ഞാൻ പറയും, പക്ഷേ വരൂല. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഈ പോണ വഴിക്ക് തന്നെ നമുക്ക് വലതുവശത്തൂടെ ഒരു 6 ഒഴുകുന്നുണ്ട് കേട്ടോ. അത് നമ്മളെ കുളത്തൂപ്പുഴ 6 നമ്മളെ ഈ റോഡിൻ്റെ വലതുവശത്തൂടെ ഒഴുകി പോകുന്നു കേട്ടോ. ഈ വരണ വഴിക്ക് നമുക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുണ്ട് ഈ ആറ്റിൽ ഇറങ്ങാൻ പറ്റിയ സ്ഥലം. അപ്പോൾ അതുവഴിയൊക്കെ പോകുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ആ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങുന്നവർ സൂക്ഷിച്ചൊക്കെ ഇറങ്ങുക. പിന്നെ ഇവിടെയൊക്കെ മൊത്തം തേക്കാട്ടോ നട്ടേക്കുന്നത്. ഫുള്ള് തേക്കാണ് കേട്ടോ ആ വലത് സൈഡ് നട്ടേക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ തേക്കായി നട്ടേക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് നമുക്കൊരു ഡിപ്പോ ഉണ്ട്. അപ്പോൾ തടിയുടെ ഡിപ്പോ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്കിത് വലിയ തടികളൊക്കെ നമുക്ക് മേടിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം കുളത്തൂപ്പുഴ എത്താറായി. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മളെ കുളത്തൂപ്പുഴ ശാസ്താക്ഷേത്രമൊക്കെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നമ്മളെന്തായാലും അവിടെയൊന്നും കയറുന്നില്ല. നമ്മൾ ഈ തെങ്കാശിക്ക് പോകുന്ന വഴി ആയതുകൊണ്ടാണ് നമ്മളിത് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും അവിടെ എത്തുമ്പോൾ നമുക്ക് നമ്മളെ അമ്പലം കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഏകദേശം നമ്മളവിടെ എത്താറായി കേട്ടോ. നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോ കാണും പോലെയൊന്നും അല്ല കേട്ടോ. നമുക്ക് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതുവഴിയൊക്കെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ഏകദേശമൊക്കെ മഴ പെയ്തതായതുകൊണ്ട് ഇപ്പം നല്ല പച്ചപ്പ് മൂടി കിടക്കുക കേട്ടോ. ഫുള്ള് പച്ചപ്പാണ്. 2 സൈഡും ഫുള്ള് പച്ചപ്പാണ്. തൊട്ടപ്പുറത്ത് ചെറിയൊരു 6. ഞാൻ ഇങ്ങനെ പറയും പോലെ നല്ല ഗൈസ്, നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോഴേ ആ ഒരു ഫീല് മനസ്സിലാവും. വന്നിട്ടുള്ളവർക്ക് അറിയായിരിക്കും. നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെയൊക്കെ മുമ്പ് വലിയ മരങ്ങളായിരുന്നു കേട്ടോ. അതൊക്കെ മൊത്തം മുറിച്ച് മാറ്റിയിട്ട് ഇപ്പോൾ അവിടെയൊക്കെ തേക്കും തൈകളാണ് നട്ടേക്കുന്നത് കേട്ടോ. ഇതേ മേഘമൊക്കെ നോക്കി എന്ത് രസമാണെന്നോ കാണാൻ. പഞ്ഞിക്കെട്ട് കണക്ക് കിടക്കും കേട്ടോ മേഘമൊക്കെ കാണാൻ. എന്ത് രസമാണെന്നറിയോ. നമ്മളെ ക്ലൈമറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പം നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്പോയുടെ അവിടെ എത്തിയിട്ട് കേട്ടോ. ഇവിടെ നമ്മളെത്തി കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ആ ഡിപ്പോ ഉള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഇവരിൽ നിന്ന് തടിയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടനെയാണ് ഞാൻ പറഞ്ഞ നമ്മളെ കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വളവൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മളെ ആ ശ്രീശാസ്ത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ആ ഡിപ്പോ. ഇതാണ് ആ ഡിപ്പോ കേട്ടോ. ഈ കാണുന്നതാണ് ആ ഡിപ്പോ. റോഡൊക്കെ അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നല്ല റോഡാണ്.
ഇന്ന് നമ്മൾ വന്ന അന്തരീക്ഷം എന്തായാലും അടിപൊളി കേട്ടോ. വേറെ വെയിലുണ്ട്, അത്യാവശ്യം നല്ല വെയിലുണ്ട്, എന്നാലും ആകാശമൊക്കെ നല്ല തെളിഞ്ഞ് കിടക്കും കേട്ടോ. അപ്പം നമ്മളെന്തായാലും എന്താ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു പാലത്തിൻ്റെ അടുത്ത് എത്തി. അപ്പം നമ്മളിതാ ഈ കാണുന്ന കേട്ടോ അയ്യപ്പ ക്ഷേത്രം. ഇതാ അതിൻ്റെ അമ്പലത്തിലോട്ട് കയറിപ്പോകുന്ന ആർച്ച. അപ്പോൾ ആ കൊളത്തൂപ്പുഴ 6 ക്രോസ് ചെയ്ത് വേണം കേട്ടോ നമ്മളൊക്കെ അമ്പലത്തിനകത്തോട്ട് പോകാൻ. അപ്പോൾ നമ്മളെന്തായാലും അമ്പലത്തിലോട്ടൊന്നും കയറുന്നില്ല, പിന്നീട് ഒരിക്കൽ നമുക്ക് അങ്ങോട്ടൊക്കെ പോകുന്ന വീഡിയോ നമുക്കിടാം. നമ്മൾ ഏകദേശം കുളത്തൂപ്പുഴ എത്തി. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ തെങ്കാശിയിലോട്ടൊക്കെ പോകുന്ന ഒരു വണ്ടിയിൽ എണ്ണ അടിച്ചിട്ടിട്ട് വേണം പോകാൻ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പമ്പുള്ളത് കുളത്തൂപ്പുഴ കേട്ടോ. കുളത്തൂപ്പുഴയിൽ നിന്ന് എണ്ണ അടിച്ചാൽ പിന്നെ നമുക്ക് തെങ്കാശിയിൽ നിന്ന് എണ്ണ കിട്ടത്തുള്ളൂ. അപ്പോൾ തെമ്മല ഉണ്ടോ എന്നെനിക്കറിയത്തില്ല, തെമ്മല പമ്പ് ഉണ്ടോ എന്നെനിക്കറിയത്തില്ല. അപ്പോൾ തെമ്മലിൽ നിന്ന് നമുക്ക് പുനലൂരോട്ടൊക്കെ പോകാൻ പറ്റും. പിന്നെ നമുക്ക് കുളത്തൂപ്പുഴ ചെറിയൊരു ടൂറിസ്റ്റ് ഒരു മ്യൂസിയം പോലെ ഒരു സെറ്റപ്പ് ഇപ്പോൾ ഈ ഇടയ്ക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയുടെ കേസ്. അപ്പോൾ പുനലൂരോട്ട് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും തെമ്മലയ്ക്ക് അടുത്ത് എവിടെയെങ്കിലും പമ്പുണ്ടോ എന്നെനിക്കറിയത്തില്ല. നമ്മൾ പോകുമ്പോൾ ഇവിടുത്തെ ഈ ഭാരത് പെട്രോളിയം പമ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ എണ്ണ അടിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്നവർ ഇവിടെ കയറി എണ്ണ അടിച്ചിട്ടൊക്കെ പോവുക. അപ്പോൾ നമ്മളിപ്പോൾ കുളത്തൂപ്പുഴ ജംഗ്ഷനിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇതാണ് കുളത്തൂപ്പുഴ ജംഗ്ഷൻ. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അഞ്ചല് ഭാഗത്തോട്ടൊക്കെ പോകാൻ പറ്റും. ഇവിടുന്ന് നേരെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ അഞ്ചലോട്ടാണ് നമ്മൾ പോകുന്നത്. കുളത്തൂപ്പുഴ ജംഗ്ഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ജംഗ്ഷനാണ് കേട്ടോ. നല്ല തിരക്കൊന്നുമില്ല, 200 രൂപ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. വണ്ടി വേണമെങ്കിൽ പെട്രോൾ വേണം, പെട്രോൾ വേണമെങ്കിൽ പൈസ വേണം. കുളത്തൂപ്പുഴ ജംഗ്ഷൻ വലതുവശത്തായിട്ട് 6ന്റെ കരയിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് 100 രൂപയുടെ എണ്ണ തന്നെ ധാരാളമാണ്. അത് മനുഷ്യരായിട്ട് ചെയ്ത് സെറ്റപ്പ് ചെയ്തിട്ടേക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങുന്നവർ സൂക്ഷിച്ചൊക്കെ ഇറങ്ങുക. വീണ്ടും നമ്മൾ വനത്തിനകത്തോട്ട് പ്രവേശിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെയും നല്ല ഫോറസ്റ്റാട്ടോ. ഇനി അങ്ങോട്ട് ഫുള്ള് കാടാട്ടോ, നല്ല തിക്ക് കാടാ. ഇനി അങ്ങോട്ട് അടിപൊളി കാടുകളാട്ടോ. 2 സൈഡും ഫുള്ള് പച്ച പരവതാനി വിരിച്ച മാതിരിയാട്ടോ ഇത് നിൽക്കുന്നത്. വണ്ടിയൊക്കെ കുറവാട്ടോ. പിന്നെ KSRTC ബസ്സുണ്ട്. ചരക്ക് ലോറികളൊക്കെ, ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ലോറികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തെന്നിയും തെറിച്ചൊക്കെ വരാറുള്ളൂ കേട്ടോ. Say that they won't when they will. I could use some motivation, but I know how I feel. Faster than you like, it's over and that's the end. The end. It's over and that's the end. Oh, I want to find my way to you. Yeah, baby.
ഗൈസ് നമ്മളിപ്പോൾ തെമ്മല എത്തി ഗൈസ്. അപ്പോൾ തെമ്മലയ്ക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ 2 സൈഡും ചെറിയ കടകൾ ധാരാളം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തെമ്മല ഡാമിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ അതാ ഈ കാണുന്നതാണ് കേട്ടോ തെമ്മല ഡാം എന്ന് പറയുന്നത്. ഇപ്പോൾ ഷട്ടറൊക്കെ അടച്ചിട്ടേക്കുക. നല്ല മഴ സമയത്ത് ഇവിടുത്തെ ഷട്ടറൊക്കെ തുറന്നിടും കേട്ടോ. അപ്പോൾ ഇതാണ് തെമ്മല ഡാമിലോട്ട് കയറുന്ന കവാടം. അപ്പം നമ്മളിതാ ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഏതോ സ്ഥലത്തൂടെ കൊണ്ടുപോയി എന്തോ കാണിച്ച്, എന്തോ കുന്നിൻ്റെ മുകളിൽ അല്ല മറ്റേ പാറയുടെ മണ്ടയിൽ ടവർ നിപ്പുണ്ട്, അത് കാണിച്ചു തരാമെന്നും പറഞ്ഞ് നമ്മൾ ഇതുവഴി കൊണ്ടുപോകാം കേട്ടോ. അപ്പം നമുക്ക് നേരെയാണ് പോവുകയുള്ളത്. നേരെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 2-3 ഹെയർ പിന്ന് വളവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ആ ഹെയർ പിന്ന് വളവൊക്കെ കാണിച്ചു തരാമെന്നും പറഞ്ഞാൽ ഇരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മൾ വേറെ എങ്ങോട്ടോ കൊണ്ടുപോകാം കേട്ടോ. പക്ഷേ ഈ വഴി കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കാനൊക്കെയുള്ള സ്ഥലമൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. നമ്മളൊരു പന്തലിൻ്റെ അകത്തൂടെ പോകുന്നൊരു ഫീലുണ്ട് കേട്ടോ. പന്തൽ കെട്ടിയിട്ട് ഇങ്ങനെ പച്ചപ്പ് കൊണ്ട് പന്തൽ കെട്ടിയിട്ട് അതിൻ്റെ അടിയിൽ കൂടെ പോകുന്നൊരു ഫീലാണ് കേട്ടോ. പാറയുടെ മുകളിൽ ടവർ നിൽക്കുന്നത് കാണിച്ച് തരാമെന്നും പറഞ്ഞാൽ ഈ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണോ എന്തോ കൊണ്ടുപോകുന്നത്. ഇതുവഴി പോകുമ്പോഴേ നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഒരാൾ പാട്ടിടാൻ സമ്മതിക്കാത്തതിന് പിണങ്ങി കേട്ടാ. അവന് ബ്ലൂടൂത്ത് വഴി പാട്ടിടാൻ സമ്മതിക്കാത്തതിന് ആശാൻ പിണങ്ങി നിൽക്കുക. ഇതേ നമ്മൾ പോണ വഴിക്ക് ചെറിയ ഒരു വെള്ളച്ചാട്ടം കണ്ടു കേട്ടോ. ഇതാ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം, ആ താഴെ ആരെയൊക്കെ നിന്ന് കുളിക്കുന്നു. ഒരു ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കണ്ട കേട്ടോ. അത് ഒരു ക്ഷേത്രത്തിലെ ആർച്ച നമ്മൾ കണ്ടേ. കൊള്ളാം കേട്ടോ. ആശാൻ പറഞ്ഞത് ഒരു മലയുടെ മുകളിൽ ടവർ നിൽക്കുന്നത് കാണിച്ച് തരാമെന്നും പറഞ്ഞാൽ കൊണ്ടുവന്നത്. പക്ഷേ ഇവിടുത്തെ വ്യൂ ഒക്കെ കൊള്ളാം. ഇവിടെ ഒത്തിരി ആൾതാമസമൊക്കെ ഉള്ള ഏരിയ കേട്ടോ. കുറച്ച് വാഴയും തെങ്ങും കൃഷികളൊക്കെ കാണുന്നുണ്ട്. ഇതേ ആശാൻ പറഞ്ഞതുപോലെ നമ്മൾ എവിടെയോ എത്തി കേട്ടോ. അതേ കാണുന്നു, ആശാൻ പറഞ്ഞതുള്ളത് തന്നെ കേട്ടോ. അത് കാണിച്ച് തരാനാണ് ആശ ഇതുവഴി കൊണ്ടുവന്നത്. അത് പാറയൊന്നും അല്ല ഗൈസ്, അതൊരു മലയാണ്. ആ ഒരു മലയുടെ മുകളിലാണ് അവർ ആ ടവർ വെച്ചിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ കാണുന്നത് മറ്റേ കല്ലാട്ടോ, പാറയല്ല കല്ല. നമുക്ക് ഇടിച്ച് എടുക്കാൻ പറ്റുന്ന കണക്കത്തുള്ള കല്ലാട്ടോ, വെള്ളക്കല്ലുകളാണ്. പക്ഷെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇങ്ങനെ കറങ്ങിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതിന് ഏകദേശം നമ്മളൊരു 360 ഡിഗ്രിയിൽ കറങ്ങി തോന്നുന്നു കേട്ടോ. അതാ കണ്ടോ, ഇതാണ് സംഭവം. പക്ഷേ കൊള്ളാം കേട്ടോ. ആ ഒരു ക്ലൈമറ്റും ആ ആകാശവും ആ മലയും ടവറും കൊള്ളാം, അടിപൊളി. ആശാൻ പറഞ്ഞത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. കൊള്ളാം. അപ്പോൾ നമ്മളിതാ വീണ്ടും തെമ്മലയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും പൊക്കോണ്ടിരിക്കുവാണ്. വീണ്ടും കാടാണ് ഗൈസ്. ഇനി കാണാൻ പോകുന്നത് അത്യാവശ്യം വലിയ മലകൾ. പിന്നെ തെമ്മല കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു പ്രത്യേകത കൊണ്ടുണ്ട്. നമ്മളെ ഇടത് സൈഡിൽ ഇത് അവിടെയൊക്കെ കാണുന്നതല്ല, അതുവഴി പോകുന്നത് മറ്റേ ഇതാണ്, ഏതാണ്, ട്രെയിൻ പാളമാണ് അതുവഴി മുകളിൽ കൂടെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന ഇത് അവിടെ ആ കാണുന്നത് അതുവഴി പോകുന്ന ആ മുകളിൽ കൂടെ പോകുന്നത് റെയിൽവേ ആണ് കേട്ടോ, റെയിൽവേ പാളമാണ്. അപ്പോൾ നമ്മൾ ഈ പോണ വഴിക്ക് വേറൊരു കാര്യം കൂടി നമുക്ക് കാണാൻ പറ്റും, നമ്മളാ 13 കണ്ണറ പാലം. അപ്പോൾ ഈ പോണ വഴിക്ക് തന്നെയാണ് ആ ഒരു 13 കണ്ണറ പാലം. പണ്ട് ബ്രിട്ടീഷുകാർ പണിത ഒരു പാലം കേട്ടോ. അപ്പോൾ ആ പാലത്തിൽ കൂടെയാണ് നമ്മളാ ട്രെയിനൊക്കെ സർവീസ് ചെയ്യുന്നത് കേട്ടോ, ട്രെയിനൊക്കെ പോകുന്നത്. പിന്നെ ഈ നമ്മളെ തെമ്മല അല്ല നമ്മളെ കൊല്ലം, തെങ്കാശി, ചെങ്കോട്ടയിലോട്ടുള്ള ട്രെയിൻ സർവീസിൽ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരു 6-7 തുരങ്കത്തിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മളെ ഈ ട്രെയിൻ പോകുന്നത്. അതും അത്യാവശ്യം നല്ല ഒരു അനുഭവമാണ് കേട്ടോ. ഞാൻ പോയിട്ടില്ല, ഞാൻ കണ്ടും കേട്ടും അറിഞ്ഞുള്ളൊരു അറിവാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പോയിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ ഈ തെമ്മല കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളത്തൂപ്പുഴ 6 തെമ്മല ഡാമിൽ വന്ന് തീരുക. പിന്നെ നമ്മൾ നമ്മളെ പാലം ഈ പോകുന്നുണ്ട് കേട്ടോ. അത് ഈ കാണുന്നതാണ് നമ്മളെ റെയിൽവേ പാളം.
അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മളെ 13 കണ്ണറ പാല കാണാൻ പറ്റുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുളത്തൂപ്പുഴ 6 തെമ്മല ഡാമിൽ വന്ന് തീരും. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പോണ വഴിക്ക് നമ്മളെ ഓപ്പോസിറ്റ് ഒഴുകി ഒരു 6 വരുന്നുണ്ട്. അത് ഏത് 6ആണെന്ന് എനിക്കറിയത്തില്ല. അത് അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതും അത്യാവശ്യം നല്ലൊരു 6 കേട്ടോ. പിന്നെ നമ്മൾ ഈ പോണ വഴിയിലൊക്കെ നമുക്ക് ഒരുപാട് കുന്ന് കാണാൻ പറ്റും. നല്ല പച്ചപ്പ് വിരിച്ച കുന്നുകൾ. ഇതേ കണ്ടോ, ആ കാണുന്നതൊക്കെ നല്ല അന്യായ കുന്നാട്ടോ. അതാ ഈ എൻ്റെ ഇടത് സൈഡിലെ പാറയിൽ നിന്ന് നല്ലപോലെ വെള്ളം ഈ ഊറ്റ് പോലെ വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അത് ഈ പാറയിൽ മാത്രമല്ല, അങ്ങ് ദൂരെ കാണുന്ന ആ കുന്നുകളിലെ പാറയിൽ നിന്ന് നമ്മളെ ഒരു അരുവി പോലെയൊക്കെ ഇങ്ങനെ ഒലിപ്പുണ്ടല്ലോ, ഈ ഒലിപ്പ് ഇങ്ങനെ വരുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല വള്ളിപ്പടപ്പുകൾ ഇങ്ങനെ കിടക്കുക. അത് നമ്മളെ 13 കണ്ണറ പാലത്തിലെത്തി ഗൈസ്. നമ്മളെ ഈ കാണുന്ന 13 കണ്ണറ പാലം നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കാം കേട്ടോ. 1, ഇത് 1ാമത്തെ കണ്ണറ, ഇത് 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 അതാ കേട്ടോ. അപ്പോൾ 13 കണ്ണറ തന്നെ ഉണ്ട് കേട്ടോ. കൊള്ളാം, നല്ല രസമാണ്. ഒരുപാട് സിനിമ ലൊക്കേഷനൊക്കെ ആയിട്ടുള്ളൊരു ഏരിയയാണ്. അടിപൊളിയാണ് കാണാൻ. അപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലെയൊന്നും അല്ല ഗൈസ്, വന്ന് നിങ്ങൾ നേരിട്ട് കാണണം കേട്ടോ. അടിപൊളിയാണ്, ചില്ലാണ്. നമ്മളെ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അടിപൊളിയാണ്. കാട്, ഫോറസ്റ്റ്, വെള്ളം അടിപൊളിയാണ് ഗൈസ്. അന്തരീക്ഷം നമ്മളിന്ന് വന്ന ആ ക്ലൈമറ്റ് അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട്. ആ താഴെ കൂടെ പോകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 6. അത് ഏത് 6ആണെന്ന് എനിക്കൊരു പിടിയില്ല. അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതും കാണാൻ നല്ല രസം കേട്ടോ. അവിടെയും ഇറങ്ങാനൊക്കെ ആയിട്ട് ഒരുപാട് സ്പോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ തപ്പിപ്പിടിച്ച് നിങ്ങൾ ഇറങ്ങണം. പക്ഷേ ഇറങ്ങുന്നവരൊക്കെ സൂക്ഷിച്ചിറങ്ങുക. അവിടെയൊക്കെ ചെന്ന് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് പോയിട്ട് ഞാൻ പറഞ്ഞിട്ടാ ഇറങ്ങിയ സംഭവിച്ചെന്നൊന്നും പറഞ്ഞു കളയരുത് കേട്ടോ. അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഇറങ്ങുക കേട്ടോ. ആ താഴെ കൂടെ ഒഴുകുന്ന കേട്ടോ 6. പിന്നെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ജംഗ്ഷൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് പറയാം കേട്ടോ. ആ ജംഗ്ഷനിലോട്ട് എത്തട്ടെ. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാലാണ് മാമ്പഴത്തറ അങ്ങോട്ടൊക്കെ പോകുന്ന നമ്മളെ കൊല്ലത്തിൻ്റെ മൂന്നാർ എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമില്ലേ മാമ്പഴത്തറ അമ്പനാട് ഹിൽസ്. അവിടെയൊക്കെ പോകുന്നത് ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാട്ടോ. അതും നല്ല അടിപൊളിയാണ്. നമ്മൾ ഏകദേശം ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റിയൊരു ചെറിയൊരു സ്പോട്ടാണ്. ഒന്നൊന്നും അല്ല ഗൈസ്, 1 2 സ്പോട്ടൊന്നും അല്ല. നമുക്ക് ഓരോ ദിവസം ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ട്രിപ്പാണ് ഈ തെങ്കാശി എന്ന് പറയുന്നത്. അതായത് റോസ് മലയുണ്ട്, ഈ പറഞ്ഞ കണക്ക് എന്താണ് ഈ മാമ്പഴത്തറ അമ്പനാട് ഹിൽസ്, പിന്നെ ഇപ്പോൾ വഴിക്കണ ഹാര്യങ്കാവ്, പിന്നെ തെങ്കാശിയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ 1 2 3 4 ദിവസത്തേക്കുള്ള ട്രിപ്പ് നമുക്ക് ഈ തെങ്കാശി ട്രിപ്പിലുണ്ട് കേട്ടോ. ഞാൻ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 6 കേട്ടോ. ഇത് ഏത് 6ആണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അത് ഏതാണെന്ന് എനിക്കറിയത്തില്ല. മാപ്പിലൊക്കെ നോക്കിയാൽ ചിലപ്പോൾ കാണുമായിരിക്കും. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ മാപ്പ് നോക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. നല്ല രസമാണ് കേട്ടോ. കുറേ രസം കേട്ടു നിങ്ങൾ. പക്ഷെ എത്ര പറഞ്ഞാലും എന്തേ നോക്കിയേ, എന്ത് രസമെന്ന് നോക്കിയാണ്. ആ മേഘം കാണാൻ എന്ത് രസമെന്നറിയാമോ? പഞ്ഞിക്കെട്ട് കണക്കാണ് നിൽക്കുന്നത്, പഞ്ഞിക്കെട്ട്. അതിൻ്റെ കൂടെ തൊട്ട് താഴെ പച്ചപ്പ്. ഭൂമി എത്ര സുന്ദരിയാണെന്ന് നമുക്ക് ഈ ഒരു ഫ്രെയിമിലൂടെയൊക്കെ അറിയാൻ പറ്റും കേട്ടോ. പക്ഷേ ഈ സുന്ദരമൊക്കെ നമുക്ക് കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ മാറും ഗൈസ്. ഇവിടെയൊക്കെ വികസനങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ മാറും. പക്ഷേ മാറുന്ന കാലത്തോളം ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പം മാക്സിമം ആൾക്കാർ ഇതൊക്കെ വന്ന് കണ്ട് ആസ്വദിക്കുക. നമ്മളെ യാത്ര എന്തായാലും തുടരുക. അപ്പം നമ്മളെ തെങ്കാശി യാത്ര അത് അങ്ങനെ നീളുക കേട്ടോ. I can feel
മുമ്പേ പോകുന്ന വണ്ടി കണ്ടോ ഗൈസ്, തെങ്കാശിയിലോട്ടുള്ള നമ്മുടെ പ്രിയദർശിനിയാണ് ആ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് തെങ്കാശിയിലും പ്രിയദർശിനി ഉണ്ട് കേട്ടോ. ആ പോകുന്നത് തെങ്കാശിയിലോട്ട് പോകുന്ന നമ്മുടെ ഓർഡിനറി പ്രിയദർശിനി കേട്ടോ. നമ്മൾ കാണുന്ന പ്രിയദർശിനി. സോറി ഗേസ്, നമ്മൾ തെങ്കാശിയിലോട്ട് കയറി കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിഷ്വൽസ് നിങ്ങൾക്ക് ഇതിനിടയിൽ ആഡ് ചെയ്യാൻ മറന്നു. ആ വിഷ്വൽസ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ അന്യംപാറയിലാട്ടോ. നല്ല കാറ്റാണ് കേട്ടോ, ഇവിടെ ഫുള്ള് കാറ്റ്, മേഘമൊക്കെ നോക്കി അടിപൊളി കേട്ടോ. നല്ല പഞ്ഞിക്കെട്ട് പോലെ മേഘം നിൽക്കാനുണ്ട്, അങ്ങനത്തെ കാണുന്നത് നോക്കി മേഘത്തിൻ്റെ പഞ്ഞി നോക്കി. അപ്പോൾ ഇതാണ് അന്യംപാറ കേട്ടോ. അതിൻ്റെ കഥകൾ പറയാൻ എനിക്കറിയത്തില്ല, അപ്പോൾ കഥകളൊക്കെ അറിയാം. ഇവിടെ ഫുള്ള് പെയിൻ്റ് അടിച്ച് കേട്ടോ. ഒന്നും കൂടി ആ പഴയ ചിത്രത്തിൻ്റെ മുകളിൽ കൂടെ അവർ വീണ്ടും ആ പെയിൻ്റ് അടിച്ചപ്പം വീണ്ടും ആ ഒരു പഴയ ലുക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കി, ഫുള്ള് പാടം, തെങ്ങ്, മല, അടിപൊളിയാട്ടോ ഗൈസ്. നമ്മളിപ്പോൾ അന്യംപാറയിൽ നിൽക്കുകയാണ്. നല്ല കാറ്റാട്ടോ ഇവിടെ, ഫുള്ള് കാറ്റാട്ടോ. അപ്പം എൻ്റെ പിറകിലൊക്കെ നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം നല്ല എന്താണ്, നല്ല വയലൊക്കെ ആട്ടോ ഇവിടെ. നല്ല കാറ്റാട്ടോ. നമുക്ക് ആരും കാണാനില്ല. ഇപ്പോൾ ഫുള്ള് കണ്ടോ, അവിടെയൊക്കെ ആ കാണുന്നതൊക്കെ ഫുള്ള് വയലാട്ടോ. അപ്പോൾ കുറേയൊക്കെ തെങ്ങൊക്കെ കാണാൻ പറ്റും. അവിടെയൊക്കെ മൊത്തവും മലനിരകൾ, തെങ്ങ്, ഇതൊക്കെ ആട്ടോ. അത്യാവശ്യം നമുക്ക് പിറകിൽ കാണുന്നത് കേട്ടോ അന്യംപാറ. ഇത് ഒരുപാട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം, ജസ്റ്റ് ഒന്ന് കാണിച്ചാട്ടോ. നമുക്ക് തെങ്കാശിയിലൊക്കെ വരുന്നവർക്കൊക്കെ ഒന്ന് കാണാൻ പറ്റിയ, തെങ്കാശിയിൽ നിന്ന് ഇത്തിരി കുറച്ച് അടുത്താട്ടോ, പക്ഷേ കുറച്ച് അടുത്തല്ല, കുറച്ച് ദൂരെ ആട്ടോ. ഇവിടെ ഇപ്പോൾ ആ പഴയ ആ ചിത്രത്തിൽ നിങ്ങൾ ആ ചിത്രത്തിൽ അവർ പെയിൻ്റൊക്കെ അടിച്ച് ഇപ്പോൾ ഒരു ഒറിജിനാലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നല്ല കാറ്റാണ്. അപ്പോൾ എൻ്റെ കൂടെ വന്നവർ ഇതേ അങ്ങ് മുകളിൽ, അതിൻ്റെ മുകളിൽ ദൂരം അവിടെ നിൽക്കുക കേട്ടോ. ദൂണ്ടേ എവിടെ ദൂണ്ടേ ആ ഒരു ഭാഗത്തായിട്ട് അവർ നിൽക്കുക കേട്ടോ. അവരവിടെ ഭയങ്കര ഫോട്ടോ എടുപ്പും കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഇനി ഇവിടെ ഇറങ്ങി വന്നു കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു വയലിൻ്റെ കാര്യം, ഇവിടെ നല്ല കാറ്റാട്ടോ. അന്യായ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ കാറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഈ കളയൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ഫുള്ള് വിത്തിട്ട് ഇപ്പോൾ വിത്തൊക്കെ മുളച്ച് വന്ന് നിൽക്കുന്ന സമയം കേട്ടോ. നെല്ലൊക്കെ മുളച്ച് വന്ന് നിൽക്കുന്ന ഒരു ടൈമാണ്. അവിടെ ഒരു പുള്ളി അവരെ കൃഷിയൊക്കെ നോക്കാനുള്ള ആളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് അവിടെ നിൽപ്പുണ്ട്. ഇത് ആ ഭാഗത്ത് അവിടെയൊക്കെ ഫുള്ള് തെങ്ങാട്ടോ. അവിടെയൊക്കെ ഫുള്ള് തെങ്ങാട്ടോ. അവിടെ നമുക്ക് കാറ്റാടിയൊക്കെ കാണാൻ പറ്റും കേട്ടോ. കാറ്റാടി അല്ലല്ലോ, അവർ ഈ എന്തോ വൈദ്യുതി ഉണ്ടാക്കുന്ന സാധനമാണ് അവിടെ കാറ്റാടിപ്പാടം എന്നൊക്കെ പറയും. എന്തൊരു കറങ്ങുന്ന സാധനം, അതിൻ്റെ പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് അങ്ങ് നോക്കത്താ ദൂരത്തോളം കിടക്കാം കേട്ടോ. ഫുള്ള് വയലാട്ടോ, ഫുള്ള് വയൽ. ഇത് അവിടെയൊക്കെ തെങ്ങും പാടം കേട്ടോ. പറഞ്ഞ ഇതുവഴിയാണ് ഇറങ്ങിയാണ് കേട്ടോ. ഇതുവഴി അങ്ങനെ കയറി വന്നത് കേട്ടോ. അവരവിടെ ഭയങ്കര ഇതൊക്കെ കണ്ടോ. അവരവിടെ കണ്ടോ കേട്ടോ. അവരവിടെ ഭയങ്കര ഫോട്ടോ എടുപ്പാ കേട്ടോ. ഫുൾ ഫോട്ടോ എടുപ്പാട്ടെ. അവരവിടെ ഫുൾ ഫോട്ടോ എടുപ്പാണ് കേട്ടോ. ഇത് മേഘമൊക്കെ നോക്കി എന്ത് രസമാണെന്നറിയൊക്കെയാണെങ്കിൽ അടിപൊളിയാട്ടോ. മഴ മാറി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല വൈബാട്ടോ ഇവിടെ വന്ന് നിൽക്കാനൊക്കെ. അത്യാവശ്യം ഇവിടെ ആൾക്കാരൊക്കെ കുറവുണ്ട്. അവിടെ അതുവഴിയാണ് നമ്മൾ വന്നത് കേട്ടോ. അവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ വന്നത്, അവിടെയാണ് റോഡ് കേട്ടോ. അവിടെ നിന്ന് വണ്ടിയൊക്കെ പോകുന്ന നമുക്ക് ജസ്റ്റ് കാണാൻ പറ്റും കേട്ടോ. നല്ല രസം കേട്ടോ. അവിടെയൊക്കെ നല്ല മല കേട്ടോ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ആ മേഘം. നമുക്ക് ആ മലയിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നതായിട്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയാട്ടോ കാണാനൊക്കെ, അടിപൊളിയാട്ടോ. ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതമാർഗ്ഗം കേട്ടോ ഈ കൃഷിയൊക്കെ. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ നിൽക്കണം കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ഇവരെ കൃഷിയോ കാര്യങ്ങളോ ഒന്നും കേടാക്കാനോ ഒന്നും പാടില്ല കേട്ടോ. നമ്മളിവിടെയൊക്കെ ഇറങ്ങി നിന്ന് അവർ കണ്ടു കഴിഞ്ഞാൽ അവർ മടൽ വെട്ടി അടിക്കും കേട്ടോ.
നമുക്ക് അങ്ങോട്ടാ പോകാൻ പറ്റും. ഇപ്പോൾ സമയമില്ലാത്ത നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങളിതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. എപ്പോഴാ നോക്കിയാലും വയലാട്ടോ. ഇവിടുത്തെ ഉള്ളവരുടെയൊക്കെ ജീവിത മാർഗം തന്നെ ഈ വയലും ഇതൊക്കെ തന്നെ കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. നല്ല രസമാണ്. ഇറങ്ങി വരാൻ എളുപ്പമുണ്ടായിരുന്നു, പക്ഷെ കയറിപ്പോകുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ ഇവിടെ അവിടെയൊക്കെ ഉള്ള വയലാണ് കേട്ടോ. പേരയുടെ ഇല്ലയോ അതുപോലെയൊക്കെ കേട്ടോ. ഇവിടെ മാവാണെന്ന് തോന്നുന്നു. ഇത് മാങ്ങയൊന്നും കാണാനില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ നിന്ന് കാണാൻ കണ്ടോ എന്ത് ഭംഗിയാണെന്നറിയോ. ഇവിടെ നിന്ന് കാണാൻ നല്ല രസം കേട്ടോ. ഫുള്ള് ഇത് വേപ്പാട്ടോ. ഈ കാണുന്നത് വേപ്പാട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇവിടുത്തെ വിഷ്വലൊക്കെ ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും കേട്ടോ. നല്ല രസം കേട്ടോ കാണാനൊക്കെ. ഭയങ്കര നോയ്സായിരിക്കും കേട്ടോ എൻ്റെ വോയിസിന്. ഇത് പുളിയാട്ടോ. ഇതേ അവർ കൃഷി ആവശ്യത്തിന് എടുക്കുന്ന വെള്ളം എടുക്കുന്ന പമ്പാണ് കേട്ടോ. വെള്ളമൊക്കെ വറ്റിക്കാനും അതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ. ഇത് പമ്പാട്ടോ ഇത് ഇരിക്കുന്നത്. ഇവിടെയൊക്കെ വരുന്നവർ സൂക്ഷിച്ചൊക്കെ നടക്കണം കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം ആൾക്കാർ കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ടേക്കോ. ഇവിടെ വരുന്നവർ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക കേട്ടോ. അവിടെയൊക്കെ നല്ല അടിപൊളി വ്യൂ. അവിടെയൊക്കെ മൊത്തം പാറയാണ് കേട്ടോ. അവിടെയൊക്കെ ഫുള്ള് പാറയാണ്. ആ കാണുന്നതൊക്കെ പാറ കേട്ടോ. ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല വ്യൂ തന്നെ ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് നമ്മളെ കേരളത്തിലേക്കാൾ ഏറ്റവും കൂടുതൽ തെങ്ങ് നമുക്ക് തമിഴ്നാട്ടിലാണ് കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ തെങ്ങ് നമുക്ക് കാണാൻ പറ്റുന്നത് തമിഴ്നാട്ടിൽ. അതായത് ഇവിടെയൊക്കെ നിൽക്കുന്ന തെങ്ങുകളെ കാണാൻ എന്ത് നല്ല രസമെന്നറിയോ. ഫോട്ടോ ഫ്രെയിമിനൊക്കെ പറ്റിയ ഒരു സ്ഥലം കേട്ടോ. അടിപൊളിയാട്ടോ കാണാൻ. എന്താ പറയണ്ടേ. ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഇങ്ങനെ പറയുന്നതെന്നല്ല, നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉള്ള ഭംഗി എന്ന് പറയുന്നത്. നല്ല രസം. അത് റോഡാട്ടോ. അവിടെ നിന്ന് നമ്മളത് അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിയാണ് ആ റോഡ് പോകുന്നത് കേട്ടോ. അതാ റോഡാട്ടോ. എങ്ങോട്ട് പോകുന്ന റോഡാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം കണ്ടോ. ഇത് ഇവിടെയൊക്കെ കണ്ടോ ഫുള്ള് മാങ്ങയല്ല മാവാ. ഇവിടെ നമുക്ക് എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ഇതിൽ മാങ്ങ കിടപ്പുണ്ട് കേട്ടോ. ഇതിൽ മാങ്ങയുണ്ട് കേട്ടോ. ഇതിൽ ശരിക്കും മാങ്ങ കിടപ്പുണ്ട് കേട്ടോ. കുഞ്ഞു മാങ്ങയൊക്കെ ഇതാ കണ്ടേ. ഇതിൽ ശരിക്കും മാങ്ങയുണ്ട് കേട്ടോ. കണ്ടേ ഫുള്ള് കേട് വന്നതാണ് എന്നിട്ട് കേട്ടോ. നല്ല മാങ്ങ കേട്ടോണ്ടേ. കണ്ടോ. ഏതാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഫുള്ള് ശരിക്കും മാങ്ങയുണ്ട് കേട്ടോ. കണ്ടേ ഫുള്ള് മാങ്ങ കേട്ടോ. ഇവിടെയൊക്കെ അന്യായ വ്യൂ ആട്ടോ. അന്യായ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ വ്യൂ ആട്ടോ. ഈ പാറയൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയോ. അതിന് മാങ്ങയൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ കാണാൻ. നല്ല രസമാട്ടോ ഇവിടെയൊക്കെ. ഇവിടെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചൊക്കെ നടക്കണം കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് കുപ്പിയാണ്. ഇത് കുപ്പികളൊക്കെ കൊണ്ടുവന്ന് പൊട്ടിച്ചിട്ടേക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ നടക്കുമ്പോൾ സൂക്ഷിച്ച് വേണം നടക്കാനുള്ള കേട്ടോ. കണ്ടോ ഫുള്ള് പാടമാണ്. ഫുള്ള് ആ ഭാഗത്തൊക്കെ ഫുള്ള് പാടമാണ്. ഫുള്ള് തെങ്ങ് ഫുള്ള് ഇതാണ് കേട്ടോ. അതൊക്കെ നോക്കിയേ. ഈ വീഡിയോ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര കണ്ട് മനസ്സിലാവുമെന്ന് എനിക്ക് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. പക്ഷേ നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുക. അടിപൊളിയാണ്. നല്ല രസമാണ് കാണാൻ. കണ്ടോ ഫുള്ള് പാറയാണ്. ഇവിടെയൊക്കെ മൊത്തം പാറയാണ് ഫുള്ള്. കണ്ടോ അത് റോഡാട്ടോ. അതിങ്ങനെ പോകുന്ന റോഡാട്ടോ. ആ ഫുള്ള് റോഡാണ്. ഇവിടെയൊക്കെ മൊത്തം വയലാണ്. ഫുള്ള് വയലാണ്. കണ്ടോ
അപ്പോൾ എൻ്റെ കൂടെ വന്നവരെങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് അവരുടെ അടുത്തോട്ട് പോവാം കേട്ടോ. അവരിനി നാട് വിട്ട് പോവോ എന്ന് എനിക്കറിയത്തില്ല. അവരുടെ അടുത്തോട്ട് നമുക്ക് എന്തായാലും പോവാം. ഇവിടെയൊക്കെ അന്യായ ഭംഗിയാട്ടോ കാണാൻ. ഫുൾ വൈബാട്ടോ. ഫുള്ള് വയലാണ്. ഫുള്ള് വയൽ കേട്ടോ. കേട്ടോ വന്നേ അവിടെ നിന്നാണ് നമ്മൾ അന്യം പറയുന്നത്. ഇതുവഴി ഇങ്ങനെ ഇവിടെയൊക്കെ നെറ്റൊക്കെ വെച്ച് അടിച്ചിട്ടുണ്ട്. വണ്ടിയൊക്കെ കയറ്റി ഇടാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഇവിടെ നെറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതുവഴിയാണ് കയറി പോവാനുള്ളത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴേ ഏകദേശം നല്ല ഒരു വ്യൂ ആണ് കേട്ടോ. ഇത് കണ്ടോ, ഈ രണ്ട് സൈഡ് പാറയൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല വ്യൂ ആട്ടോ. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ തന്നെ ഏകദേശം നല്ല വ്യൂ ആണ് കേട്ടോ. ഉണ്ടോ? അപ്പോൾ നമ്മളെന്തായാലും ഈ ഏരിയയിൽ നിന്ന് നമ്മളിവിടെ പറഞ്ഞിട്ട് നമ്മൾ വന്ന കാര്യത്തിലോത്തിട്ട് പോവാം കേട്ടോ. നമ്മളെല്ലാവരും വണ്ടി കയറി നമ്മൾ പോവാം കേട്ടോ. ഇവിടെ ചെറിയൊരു ഇത് എന്തൊരു കുളങ്ങളൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഫാമിലി ആളുണ്ട്. ഇവിടെ അത്യാവശ്യം കുളങ്ങളൊക്കെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ മൊത്തം മറ്റേ കാറ്റാടി പാടങ്ങളാണ് ഫുള്ള്. അവിടെയൊക്കെ ഫുള്ള് കാറ്റാടി പാടം കേട്ടോ മൊത്തം. ഇത് അവിടെയൊക്കെ കണ്ടോ. നമുക്ക് എന്തായാലും ഈ പാറയുടെ മുകളിൽ കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. കയറാൻ നമുക്ക് മാറുമല്ലോ, പക്ഷെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് ആ പാറ മണ്ട. ഇവിടെ ഒരു ആലൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ. നല്ല രസം കേട്ടോ ആല്. ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ടിട്ട് നമുക്ക് ഇവിടെ നിൽക്കാനൊക്കെ പറ്റും കേട്ടോ. ഇവിടെ ആല് അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇത് അവിടെയൊക്കെ ഫുള്ള് ചവറൊക്കെ വാരി ഇട്ടേക്ക് കേട്ടോ. പക്ഷെ നല്ല തണലാട്ടോ. ഇതേ കണ്ടോ, നല്ല തണല, നിറഞ്ഞു നിൽക്കുക കേട്ടോ ആല് ഫുള്ള്. നല്ല ആലാട്ടോ. നല്ല വേരൊക്കെ ഇറങ്ങി അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ വ്യൂ കാണാൻ നല്ല അടിപൊളിയാട്ടോ. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ ഫുള്ള് പാറ തെങ്ങ് ഒക്കെ ആട്ടോ. ഫുള്ള് പാറ തെങ്ങൊക്കെ ആട്ടോ അവിടെയൊക്കെ ഫുള്ള്. അതായത് നല്ല രസം. ഫുള്ള് മലിനാക്കിയിട്ടൊക്കെയാണ്. നമുക്ക് ആ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഇവിടെ ഫുള്ള് അടിപൊളി. അതെ അവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ തന്നെ കിട്ടിലുമാണ് കേട്ടോ ഫുള്ള്. നല്ലൊരു കേട്ടോ, നല്ല കാറ്റാണ്, നല്ല ഭംഗിയായ കാറ്റാണ് കേട്ടോ. ഫുള്ള് കാറ്റാണ് ഇവിടെ മൊത്തം കാറ്റാണ് കേട്ടോ ഫുള്ള്. ഈ വള്ളിയൊക്കെ ഇറങ്ങി കിടന്നതാണ്. ഇങ്ങനെ തറ മുട്ട ഇറങ്ങി. അത് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഹൈറ്റാണ് ഉള്ളതെന്നുള്ളത് കേട്ടോ. എത്ര ഹൈറ്റാണ് ഉള്ളതെന്നുള്ളത് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ ഈ വള്ളിയില്ലേ, ഈ വള്ളി ഇങ്ങനെ തറ മുട്ടിക്കിടന്നതാണ് കേട്ടോ. അതൊക്കെ അവർ വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ. ആ വെള്ളം നോക്കിയാണ് ഗൈസ്, കാറ്റത്ത് ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു ഫീല്. ഓക്കെ, അത് തന്നെ കാണാൻ എന്ത് രസമാണെന്നറിയോ. അവിടെയൊക്കെ നോക്കി ആ വെള്ളം ഇങ്ങനെ കാറ്റടിച്ച് ഫുള്ള് ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ ഒരു ഫീലാണ്. ഏകദേശം മുകളിൽ നിന്ന് അറ്റം വരെ ഇങ്ങനെ താന്ന് കിടക്കുക. ഫുള്ളിങ്ങനെ താന്ന് കിടക്കുക കേട്ടോ. ഞാനിങ്ങനെ കടകളായിട്ട് അലയ്ക്കുമ്പോൾ കാണുന്ന ആ ഒരു ഫീലൊന്നുമല്ല കേട്ടോ. നിങ്ങൾ നേരിട്ട് വന്ന് ഇത് കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ എത്രത്തോളം കിട്ടില്ലാണെന്നുള്ളത്. ഞാൻ ഇങ്ങനെ വായിട്ട് അലച്ച് കല അലയ്ക്കുമ്പോൾ കിട്ടൂല കേട്ടോ. നിങ്ങളിവിടെ വന്ന് ഇത് നോക്കി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. അപ്പം എന്തായാലും നമ്മളിവിടെ നിന്ന് പോവാം കേട്ടോ. നമുക്ക് നമ്മളെ ലക്ഷ്യസ്ഥാനം കണ്ടെത്തേണ്ടതായിട്ടുള്ളതുകൊണ്ടല്ല പോവാനുള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. മൊത്തം ചവറാക്കിയിട്ടേക്കുക, ഫുള്ള് ചവറ്. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. Say that they won't when they will. I could use some motivation, but
gotta know how I feel. Faster than you like. It's over and that's the end. Faster than you like. It's over and that's the end. It's over and that's the end. Oh, I want to find my way to you. Yeah, baby. Oh, I want to find my way to you. Gotta find my way, baby. I don't need a reason to say what I want when it's real. If I see you acting patient, you never know your last meal. Faster than you like. It's over and that's the end. It's over and that's the end. Faster than you like. It's over and that's the end. It's over and that's the end. Passing through, catching a feeling of wonder. Can't stop till I feel that way again. Oh, no. Find my way to you. Gotta find my way. Find my way to you. Gotta find. Find my way to you. Find my way. Find my way to you. I can feel you everywhere, like a shadow, like a fever. Looking for a getaway, no escape, I'm going deeper. I can't fight my way out, I can't fix my broken heart. If you could only let me go, my love turned into a ball. Not this hard, I ain't coming back. If I've been on loose, I don't even mind. Oh no, I don't mind. Set me free, let me follow the love. Trapped inside, I can't fight anymore. Let me be who I was before. I'll be better alone. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു, ഇഷ്ടമാക്കും എന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് യൂട്യൂബിൽ കിടക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു സീനോട് കൂടി എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ
കമൻറ്റുകളൊക്കെ ചെയ്യണം. ദൈവത്തെ ഓർത്ത് ചീത്ത ആരും വിളിക്കരുത്. അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ ഒരു വ്യൂ. ഇത് ഞാൻ ഇടയ്ക്ക് ആഡ് ചെയ്യേണ്ടായിരുന്ന വിഷ്വൽസാണ് കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.